കണ്ണേട്ടാ. കണ്ണുനീരിൻ്റെ നേർത്ത ചൂട് ശരീരത്തിൽ പടർന്നു തുടങ്ങിയതും സീതയൊരു വിങ്ങലോടെ അവൻ്റെ മുഖം പിടിച്ചുയർത്തി. ബലം പിടിച്ചുകൊണ്ടവൻ അവളിലേക്ക് ഒന്നുകൂടി പറ്റിച്ചേർന്നു. കണ്ണേട്ടാ, എന്താ ഇത്? സീതയ്ക്കും കരച്ചിൽ വന്നിരുന്നു അവൻ്റെ അവസ്ഥയോർത്തിട്ട്. വിങ്ങിക്കൊണ്ടവൾ വിളിക്കുമ്പോൾ കണ്ണൻ പെട്ടെന്ന് എഴുന്നേറ്റു. അവൾക്ക് മുന്നിൽ തല കുനിച്ചിരുന്നു. സീതയുടെ ഹൃദയം പിടഞ്ഞു അവൻ്റെ ആ തളർന്നു തുടങ്ങിയ ഇരിപ്പ് കണ്ടപ്പോൾ. അവനടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ടവൾ ആ കവളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖം ഉയർത്തി. ചുവന്നു വിങ്ങിയ മുഖം. എന്ത് തെറ്റ് ചെയ്തിട്ടാ ലച്ചു അവർക്കെന്നോട് ഇത്രയും ദേഷ്യം? അങ്ങേയറ്റം വേദന നിറഞ്ഞ ആ ചോദ്യം അവളുടെ ഉള്ളിൽ പ്രകമ്പനം കൊണ്ടു. സീത അവനെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. പതിയെ തഴുകി തലോടി അവനുള്ളിൽ എരിഞ്ഞു കത്തുന്ന തീയണയ്ക്കാൻ ശ്രമിച്ചു. എൻ്റെ കണ്ണേട്ടനെ നന്നായി സ്നേഹിക്കാൻ അറിയാം. ഈ ലോകത്ത് ഇന്നതും തെറ്റാണ് കണ്ണേട്ട. സീത അവനെ കൂടുതൽ കൂടുതൽ അടക്കി പിടിച്ചു. ചാഞ്ഞു കിടക്കാൻ ഒരാശ്രയം അവനപ്പോൾ തേടുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. ഒന്നുമില്ല, എല്ലാവർക്കും ബോധ്യം വരുന്നൊരു ദിവസമുണ്ടാകും. അന്ന് എൻ്റെ കണ്ണൻ്റെ സ്നേഹം മാത്രം നിറഞ്ഞ മനസ്സ് എല്ലാവർക്കും മനസ്സിലാകും. സീത അവനെ വീണ്ടും വീണ്ടും ചാർജ് ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ്. 2 കൈകൾ കൊണ്ടും മുഖം അമർത്തി തുടച്ചുകൊണ്ട് കണ്ണൻ എഴുന്നേറ്റിരുന്നു. റിമി, അവളുടെ കാര്യം ഓർക്കുമ്പോഴാണ് ലച്ചു എനിക്കൊരു സമാധാനവും കിട്ടാത്തത്. കണ്ണൻ നെടുവീർപ്പോടെ പറഞ്ഞു. കണ്ണേട്ടൻ കാരണമൊന്നും അല്ലല്ലോ, അവളായിട്ട് വരുത്തി വെച്ചതാണ്. കാർത്തികിൻ്റെയും ജിതിൻ്റെയും മനോജിൻ്റെയും സ്വഭാവം കൂടെ നടന്ന ഏതെങ്കിലും ഒരു ദിവസം അവൾക്ക് മനസ്സിലാകും അത്രത്തോളം മോശപ്പെട്ടവരാണെന്ന്. പിന്നെയും അവർക്കൊപ്പം കൂടി ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇനിയിപ്പോൾ സങ്കടപ്പെട്ടിട്ട് എന്താ കണ്ണേട്ട കാര്യം? അവളുടെ കാര്യത്തിൽ ഇനി എന്ത് വേണമെന്നുള്ള ചിന്തയല്ലേ ഇനി ആവശ്യം? സീത കണ്ണനെ നോക്കി. അവനൊന്നും മിണ്ടാതെ വീണ്ടും മുഖം കുനിച്ചു. കണ്ണൻ്റെ ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് അവൻ മുഖമുയർത്തി നോക്കിയത്. ജനൽപ്പടിയിൽ വെച്ചിരുന്ന ഫോൺ എടുത്ത് നീട്ടിയത് സീതയാണ്. മിത്തു ആണല്ലോ. ആശങ്കയോടെയാണ് കണ്ണൻ ഫോൺ എടുത്തത്. എവിടെ പോയി കിടക്കുവാടാ നാറി നീ? ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? ഒരു ഹലോ പോലും പറയാൻ ക്ഷമയില്ലാത്തതുപോലെ മിത്തു അവനോട് കയർത്തു. അവളെവിടെ? റിമി, അവൾക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല. കണ്ണന് മറുപടി പറയാൻ സാവകാശം കൊടുക്കാതെ വീണ്ടും മിത്തുവിൻ്റെ സ്വരം. റിമിയെക്കുറിച്ച് ഓർത്തതും കണ്ണൻ്റെ മുഖം മങ്ങി. നീയിപ്പോൾ എവിടെയുണ്ട്? കണ്ണൻ ചോദിച്ചു. ഞാനീ ശ്രീനിലയത്തിൻ്റെ മുന്നിൽ സത്യാഗ്രഹം നിൽക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. നട തുറന്നിട്ടിട്ട് ഇവിടുത്തെ ദൈവങ്ങൾ പ്രസാദിക്കുന്നില്ലല്ലോടെ കണ്ണ. ഒക്കത്തിനെയും പിടിച്ച് കിണറ്റിലിടാൻ തോന്നുന്നു. ഒരുമാതിരി കൊരണം സ്വഭാവം. മിത്തുവിൻ്റെ അമർഷം മുഴുവനുമുണ്ട് അവൻ്റെ വാക്കുകളിൽ. അതിന് നീ വരുന്നത് പറഞ്ഞില്ലല്ലോ? കണ്ണൻ പെട്ടെന്ന് ചോദിച്ചു. ഒരു സർപ്രൈസ് തരാൻ നോക്കിയതാ, അതിങ്ങനെയുമായി. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? മിത്തുവിൻ്റെ ആത്മകഥം. കണ്ണൻ ചിരിച്ചുപോയി. സത്യത്തിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കണ്ണ? ആകെ കൂടി ചടപ്പിക്കുന്ന ഒരു മൗനം ഇവിടെ ചുറ്റിത്തിരിയുന്നു. എന്താണ്? മിത്തു ചോദിച്ചു. പറയാൻ ഒരുപാടുണ്ട് മിത്തു, എല്ലാം പറയാം. ആദ്യം നീ എൻ്റെ അടുത്തേക്ക് വാ. കണ്ണൻ പറഞ്ഞു. നീ അവിടെ തന്നെ നിൽക്ക്. ഒരു 10 മിനിറ്റ് കൊണ്ട് സിദ്ധു വരും. അവനൊപ്പം നീ കയറി വാ. അവിടെ നിൽക്കണ്ട. കണ്ണൻ ഓർമ്മിപ്പിച്ചു. മിത്തു എന്തെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചെങ്കിലും നേരിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് കണ്ണൻ ഫോൺ വെച്ചു. പോവാണോ? അവൻ എഴുന്നേറ്റത് കണ്ടിട്ട് സീത ചോദിച്ചു. കണ്ണൻ കൈകൾ കൊണ്ട് മുടിയൊന്നൊതുക്കിയിട്ട് പതിയെ മൂളി. മിത്തു വന്നിട്ടുണ്ട് ശ്രീനിലയത്തിൽ. കണ്ണൻ സീതയെ നോക്കി. റിമിയുടെ കാര്യം? സീത പാതിയിൽ നിർത്തി. ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. കണ്ണൻ നെടുവീർപ്പോടെ പറഞ്ഞു. പോട്ടെ. വിളറിയ ഒരു ചിരിയോടെ കണ്ണൻ സീതയുടെ കവളിൽ തട്ടി. പോയിട്ട് ഇങ്ങോട്ട് വരുമോ? സീത ചോദിച്ചു. എനിക്കിപ്പോൾ കയറി ചെല്ലാനൊരു വീടില്ലെന്ന് നിനക്കും അറിയില്ലേ? വേദന മറച്ചു പിടിച്ചുകൊണ്ടവൻ ചിരിച്ചിട്ടും സീതയുടെ ഹൃദയം മുറിഞ്ഞു. കണ്ണു നിറഞ്ഞു. ഞാനില്ലേ കണ്ണേട്ടന്? സീത അവനെ ചുറ്റിപ്പിടിച്ചു. നീയേ ഉള്ളൂ, നീ മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ. കണ്ണൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പിന്നെ നിന്റെ ആരാടാ തെണ്ടി? വാതിലിക്കൽ നിന്നും ഹരിയുടെ ശബ്ദം. സീത അവൻ്റെ പിടിയിൽ നിന്നും കുതറി മാറി. അതിന് നീയേതാ? കണ്ണൻ പുച്ഛത്തോടെ ഹരിയെ നോക്കി. ഓ, ഇപ്പം അങ്ങനെയായോ? ഹരിയുടെ മുഖം കൂർത്തു. നിന്നോടുള്ള ബന്ധത്തിനിടാൻ പറ്റിയൊരു പേര്
എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല ഹരി. കണ്ണൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എങ്കിൽ വല്ല അവിഹിതം എന്നെങ്ങാനും ഇടടോ, ഹരി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. ഹൃദയം കൊണ്ടുണ്ടാക്കിയെടുത്ത ബന്ധങ്ങൾക്ക് അല്ലെങ്കിലും ഒരു പേര് ആഡംബരമാണ് ചെങ്ങായി. നമ്മുടെ ബന്ധം അതെന്നും എപ്പോഴും ഇങ്ങനെ ഉണ്ടായിരിക്കണം എന്ന് മാത്രം ആഗ്രഹിക്കാം നമുക്ക്. തൽക്കാലം അത് മതി, ഹരി അവൻ്റെ തോളിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു. സീതയെ നോക്കി കണ്ണനൊന്ന് ചിരിച്ചു. എടാ, മിത്തു വന്നിട്ടുണ്ട്. അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്ന ഹരിക്ക് പിറകെ കണ്ണനും ചെന്നു. എപ്പോ? ഹരി തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു. മിത്തു പറഞ്ഞതെല്ലാം കണ്ണൻ ഹരിയോട് പറഞ്ഞു. അവനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? എല്ലാം കേട്ടുകഴിഞ്ഞ് ഹരി ചോദിച്ചു. ഇല്ല, നേരിട്ട് പറയാം, കണ്ണൻ നെറ്റി തടവിക്കൊണ്ട് പറഞ്ഞു. ടെൻഷനാവല്ലേ? ഹരി അവൻ്റെ നേരെ നോക്കി. ഹോസ്പിറ്റലിലേക്കല്ലേ അവനോട് വരാൻ പറഞ്ഞത്? നമുക്കിറങ്ങിയാലോ? ഹരി ചോദിച്ചു. കണ്ണൻ തലയാട്ടി. ഡി സീതേ, ഹരിയാണ് അകത്തേക്ക് നോക്കി വിളിച്ചത്. സീതയോടൊപ്പം പാറു കൂടി ഉമ്മറത്തേക്ക് വന്നിരുന്നു. പൂവാണ്. പാറുവിനെ നോക്കിയാണ് ഹരി പറഞ്ഞത്. പേടിക്കണ്ട, ഇനിയൊന്നും ഉണ്ടാവില്ല. ഭയം പാഞ്ഞു കയറുന്ന അവളുടെ മുഖം കണ്ടിട്ട് ഹരി പറഞ്ഞു. പാറു തലയാട്ടി. കണ്ണനും ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു. ഹരി. തിരിഞ്ഞിറങ്ങുമ്പോൾ പിന്നിൽ നിന്നും പാറു പതിയെ വിളിച്ചത് കേട്ടിട്ട് ഹരിക്കൊപ്പം കണ്ണൻ കൂടി തിരിഞ്ഞു നോക്കി. രണ്ടുപേരും നോക്കുന്നത് കണ്ടിട്ട് പാർവതിയൊന്ന് പരിങ്ങി. സീതയ്ക്ക് അവളുടെ ഭാവം കണ്ടിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു. അല്ല, കഴിച്ചിട്ട് നേരം കുറെ ആയില്ലേ? വിശക്കുന്നില്ലേ? വിക്കിയും മൂളിയും പാറു പറഞ്ഞത് കേട്ട് ഹരിയുടെ മുഖം തിളങ്ങി. കണ്ണനും അത്ഭുതത്തോടെ അവനെ നോക്കി. ആട്ടമുണ്ട്. കണ്ണൻ ഹരിയോട് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു. മിണ്ടാതിരിയട അലവലാതി, ഞാൻ ഒരുവിധം കരയ്ക്കെത്തിക്കുക. നശിപ്പിക്കരുത് പ്ലീസ്. എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ് ഈ നിൽക്കുന്ന മുതൽ. ഹരി പതിയെ പല്ല് കടിച്ച് പിടിച്ചുകൊണ്ട് കണ്ണനെ നോക്കി പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ നീ മാത്രം പ്രേമത്തിൽ മുങ്ങിപ്പോങ്ങണ്ട. സമ്മതിക്കില്ല ഞാൻ, കണ്ണൻ ചിരി കടിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ പിന്നെ മുറി അടച്ചിരുന്ന് രാമായണം വായിക്കുമായിരുന്നു അല്ലേ? ഹരി കണ്ണുരുട്ടി. കണ്ണൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. സീതയും അത്ഭുതത്തോടെ പാറുവിനെ നോക്കി. 3 പേരുടെയും നോട്ടം കണ്ടിട്ട് പാറു ഏതോ കൊലപാതകം ചെയ്തു പോയ പോലെ ഭയന്നു പോയിരുന്നു. ചോദിക്കണ്ടായിരുന്നു എന്ന് വരെ തോന്നി അവൾക്ക്. ഞങ്ങൾ പോണ വഴിയെ കഴിച്ചോളാം പാറു. അവിടെ അവർക്ക് കൂടി കഴിക്കാൻ ഒന്നുമുണ്ടാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ഹരി പറഞ്ഞു. അവനിപ്പോഴേ വയറും മനസ്സും നിറഞ്ഞു. ലേടാ ഹരി. കണ്ണൻ ചിരിച്ചുകൊണ്ട് ഹരിയെ ചേർത്ത് പിടിച്ചു. പാറുവിൻ്റെ മുഖം ചുവന്നു. അവൾ വേഗം അകത്തേക്ക് നടന്നു. അത് കണ്ടതും സീതയെ ചിരിച്ചുകൊണ്ട് ഹരി നോക്കി. ഹൃദയം നിറഞ്ഞുകൊണ്ടാണ് അവനും ചിരിച്ചത്. പോട്ടേടി. ഒരിക്കൽ കൂടി സീതയോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ കണ്ണൻ പതിയെ തലചിരിച്ചുകൊണ്ട് സീതയെ നോക്കി. കള്ളച്ചിരിയോടെ അവളെ നോക്കി ഉമ്മ വയ്ക്കുന്ന പോലെ കാണിച്ചു. സീത അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് കൈയൊങ്ങി. കണ്ണാ. റിമി കണ്ണു തുറന്നു. കയറി ചെന്നയുടനെ ആദ്യ ആഹ്ലാദത്തോടെ പറഞ്ഞു. കണ്ണൻ ഒരു നിമിഷം കണ്ണടച്ച് പിടിച്ച് കൈകൾ നെഞ്ചിൽ ചേർത്ത് വെച്ചു. ജീവിതം. ഹരി അവൻ്റെ തോളിൽ തട്ടി. എപ്പോ? ഹരിയാണ് ആദിയോട് ചോദിച്ചത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു, ആദി പറഞ്ഞു. ജോണങ്കിൾ? കണ്ണൻ ആശങ്കയോടെ ചോദിച്ചു. ഡോക്ടറെ വിളിച്ചിട്ട് അകത്തേക്ക് പോയിട്ടുണ്ട്. ഇതുവരെയും ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല ആള്. അകത്തേക്ക് പോകുന്ന നേഴ്സുമാരെ കൂടി സംശയത്തോടെ നോക്കും. ഒടുവിൽ റിമി കണ്ണു തുറന്നെന്ന് കേട്ടതും കരഞ്ഞുകൊണ്ട് ചിരിക്കുകയായിരുന്നു. ആദി പറഞ്ഞത് കേട്ട് കണ്ണനും ഹരിയും പരസ്പരം നോക്കി. മിത്തു വന്നിട്ടുണ്ടല്ലേ? ആദിയെ കണ്ണൻ നോക്കി. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജോൺ ചുവന്ന് കലങ്ങിയ കണ്ണോടെ ഐസിയുവിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ഇറങ്ങി വന്നത്. കണ്ണൻ അയാളെ നോക്കുമ്പോൾ വല്ലാതെ നോവുന്നുണ്ടായിരുന്നു. അത്രത്തോളം തകർന്നു നിൽക്കുന്നൊരു ജോണിനെ അവൻ അതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കൺമുന്നിൽ കണ്ണനെ കണ്ടതും ജോൺ അവനെ തുറച്ചു നോക്കി. ആ നോട്ടം അവൻ്റെ മനസ്സിനെ കൂടുതൽ അസ്വസ്ഥതപ്പെടുത്തി. ആശങ്കയോടെ തന്നെയാണ് കണ്ണൻ ജോണിൻ്റെ അരികിലേക്ക് ചെന്നതും അയാളുടെ കയ്യിൽ പിടിച്ചതും.